ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നല്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഹൗസ് വർക്കിനെ കുറിച്ചാണ് കേട്ടോ. ഹൗസ് വർക്ക് എന്താണ്? ഹൗസ് വർക്ക് അല്ലേ ഹോം മേക്കർ. എന്താണ് ഹോം മേക്കർ? എന്താണ് നമ്മുടെ ഫാമിലിയിലെ മറ്റുള്ളവർക്കുള്ള റോൾസ് ഒരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലേ? കുടുംബനാഥ, കുട്ടികൾ ചേർന്ന് ഒരു കുടുംബം 4 പേരുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ കുട്ടികളൊക്കെ ഏതാണ്ട് 10-12 വയസ്സൊക്കെ ആയ കുട്ടികളായി അല്ലേ? അപ്പോൾ അമ്മ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഹോം മേക്കറാണ്. അച്ഛന് മാത്രമേ ജോലിയുള്ളൂ. ഒരമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം ജോലി ആ അമ്മയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാൻ സാധ്യത കുറവാണ്. ഈവൻ ഹസ്ബൻഡിന് പോലും അറിയില്ല. ചില ഹസ്ബൻഡ്സൊക്കെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? രാവിലെ മോർണിംഗ് റഷിൽ ലഞ്ച് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടാക്കാൻ, അല്ലെങ്കിൽ ട്യൂഷന്, അല്ലെങ്കിൽ സ്വയം തന്നെ ട്യൂഷൻ എടുക്കുക മുതലെയൊക്കെ ചില പിതാക്കന്മാർ ചെയ്യാറുണ്ട്. പക്ഷേ ചില ആൾക്കാരോ അവരൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല അല്ലേ വീട്ടിൽ. അപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി, എന്നെ ഹസ്ബൻഡ് സഹായിക്കാറില്ല, ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യാറില്ല, ഞാൻ തനിച്ചാണ് എല്ലാം ചെയ്യേണ്ടി വരുന്നത്. കാര്യം എനിക്ക് മറ്റുള്ള ജോലിയില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്, അത് കാരണം എനിക്ക് 24 മണിക്കൂറും ജോലിയുണ്ട് വീട്ടിൽ. അപ്പോൾ ഒരു ഹോം മേക്കർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടല്ലേ? കുട്ടികളെ നോക്കണം, കുക്ക് ചെയ്യണം, വീട് ക്ലീനായി ആണം, ലോണ്ടറി ചെയ്യണം, പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം, ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കണം, ആക്ടിവിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് കൊണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു അമ്മയ്ക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോം മേക്കർക്ക് ചെയ്യാനുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നതാണ്, ഞാൻ ഉൾപ്പെടെ ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളോ ചിന്തിക്കാറുണ്ടോ എൻ്റെ അമ്മ ഇത്രയും വർക്ക് ചെയ്യുന്നു, എൻ്റെ അമ്മയ്ക്കൊരു ഹെൽപ്പ് വേണമെന്ന്? കാര്യം ഇനിയുള്ള ഫ്യൂച്ചർ നമുക്ക് ഹൗസ് മെയ്ഡ്സിനോ വീട്ടു ജോലിക്കാരെയോ ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കാര്യം ഇന്ന് ഹൗസ് മെയ്ഡായിട്ടിരുന്ന ആൾക്കാരുടെ കുട്ടികളൊന്നും തന്നെ ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവരെല്ലാവരും വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല നല്ല ജോലികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെയൊന്നും എന്തിന് കിട്ടില്ല? ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക, അവർ കൂടെ വീട്ടുജോലികളിൽ ഉൾപ്പെടുത്തുക. ഒരു അമ്മയായിട്ട് കാണാനുള്ള മനസ്സ് ഒരു ഭർത്താവിനും കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. കാര്യം വീട്ടുജോലികൾ എളുപ്പമുള്ള ജോലിയല്ല. ഇന്നിപ്പം മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, ഗ്രൈൻഡറുണ്ട്, അങ്ങനെ പല ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടോ എങ്കിൽ തന്നെയും അതിൽ കൊണ്ടിടണം, തിരിച്ചെടുക്കണം, മടക്കി വയ്ക്കണം. പിന്നെ പല ചുമതലയാണ് വാഷിംഗ് മെഷീനിലുള്ളത്. അതുപോലെ പാത്രം കഴുകാനായാലും മെഷീൻസുകളുണ്ട്, ഡിഷ് വാഷറുകളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ അതിനെ ഫില്ല് ചെയ്യണം, അതിനെ തിരിച്ചെടുക്കണം, അതിൽ വെക്കണം, അങ്ങനെ എന്തെല്ലാം. മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ കഴുകണം, അതിനെ ഉണക്കണം, പിന്നെ അതിനെ തിരിച്ച് വെക്കണം, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു ഹോം മേക്കർക്ക് ഒരുപാട് ജോലിയാണ് വീട്ടിൽ അല്ലേ? അവരെ ഹെൽപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ലെങ്കിൽ ഇരട്ടി ജോലിയുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അമ്മ ഇത്രയും ജോലി വീട്ടിൽ കിടന്ന് ചെയ്യുമ്പോൾ മക്കളായ നമ്മളും ഹസ്ബൻഡോ വൈഫായ നമ്മളും എന്ത് ചെയ്യണം? ആ അമ്മയെ ഒന്ന് സഹായിക്കണം. ഞാൻ അമ്മയെന്ന് ഉദ്ദേശിച്ചത് ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിലെ വ്യക്തിയാണ്. ആ അമ്മേനെ ഒന്ന് സഹായിക്കേണ്ട കടമ നമ്മൾ ഹസ്ബൻഡായാലും ഉണ്ട്, കുട്ടികളായ നമ്മൾക്കും ഉണ്ട് അല്ലയോ? അപ്പോൾ നമ്മൾ അമ്മയെ സഹായിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അമ്മ തേങ്ങ തിരുകാനെടുക്കുമ്പോൾ നമുക്ക് തിരികെ കൊടുക്കാം അല്ലയോ? പച്ചക്കറി അരിയാൻ എടുക്കുമ്പോൾ ഒന്ന് അരിഞ്ഞു കൊടുക്കാം, മുറ്റം തൂക്കാൻ ഇറങ്ങുമ്പോൾ ഒന്ന് മുറ്റം തൂത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ലോണ്ടറികൾ നമുക്ക് തന്നെ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് അത് കഴുകാൻ കൊണ്ടിടാൻ, തിരിച്ചെടുത്ത് വിരിക്കാൻ ഒന്ന് സഹായിക്കാം. അതുപോലെ സ്വയം 12 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺ ക്ലോത്ത്സൊക്കെ ഒന്ന് തേച്ചെടുക്കാൻ പഠിക്കാം അല്ലയോ? അതുപോലെ തന്നെ ആൺകുട്ടികൾ അവർ യൂസ് ചെയ്യുന്ന റൂം, അവർ യൂസ് ചെയ്യുന്ന ബാത്റൂം ഒക്കെ അവർ സ്വയം വൃത്തിയാക്കാൻ പഠിക്കുക. കാര്യം അതൊന്നും അമ്മയുടെ ചുമതലയല്ല. നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം, ഇനി എൻ്റെ അമ്മയെ കൊണ്ടിട്ട് ചെയ്യിക്കുന്നത് ഇതൊരു നല്ല സ്വഭാവമല്ല. ഞാൻ തന്നെ മുൻകൈ എടുത്ത് എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ കഴുകണം, എൻ്റെ റൂം ഞാൻ ടൈഡി അപ്പ് ചെയ്യണം, എൻ്റെ ബാത്റൂം ഞാൻ കഴുകി വൃത്തിയാക്കി ഇടണം. ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് ശ്രമിച്ചാൽ മതി, ആ അമ്മയുടെ ജോലിഭാരം ഹാഫാവും. കാര്യം ഒരു സ്ത്രീ ഒരു 40-45 വയസ്സാകുമ്പോൾ തന്നെ ആ സ്ത്രീ ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഒരു അമ്മയുടെ ഒരവസ്ഥ നിങ്ങൾ
മനസ്സിലാക്കണം. കാര്യം നാളെ അവർക്കൊരു 60 വയസ്സാകുമ്പോൾ നിങ്ങൾ അവരെ നോക്കേണ്ടി വരും. നിങ്ങൾ അവരെ നോക്കാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയെ സഹായിക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡ്സിനൊരു ധാരണയുണ്ട്, ഞാൻ എൻ്റെ വൈഫിനെ സഹായിച്ചാൽ അതൊരു കുറച്ചിലാണ്. തീർച്ചയായിട്ടും കുറച്ചിലല്ല. കാര്യം ഒരു അമ്മ മകനെ പ്രസവിക്കുന്നതും മകളെ പ്രസവിക്കുന്നതും ഒരുപോലെയാണ്, അല്ലയോ? അപ്പോൾ അതിലെന്ത് വ്യത്യാസം ഇരിക്കുന്നു? ആണായാലും പെണ്ണായാലും എന്ത് ജോലി ചെയ്യുന്നതിലായാലും പ്രശ്നമില്ല, അല്ലേ? ഹസ്ബൻഡ് ബാത്റൂം സ്ക്രബ് ചെയ്യണമെങ്കിൽ വൈഫിന് അത് കഴുകിയെടുക്കാം. അതുപോലെ ഹസ്ബൻഡ് പാത്രം തേക്കുകയാണെങ്കിൽ വൈഫിന് അത് കഴുകിയെടുക്കാം. വസ്ത്രം അലക്കിയാലും അതുപോലെ തൂത്തുവാരുന്നതും അതുപോലെ തന്നെ. ഹസ്ബൻഡ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ വൈഫിന് തൂത്തുവാരാം. അങ്ങനെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊണ്ടുവേണം നമ്മൾ ഇനിയുള്ള കാലം നമ്മൾ ചെയ്യാൻ. അതിൽ നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല. പെൺകോന്തനും ആകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കോന്തന്മാരെ നോക്കാൻ ഈ കോന്തികൾ മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു സമയത്ത്, കേട്ടോ. കാര്യം ഇവിടെ മക്കൾ എത്ര വലുതായാലും നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ആ അമ്മയ്ക്ക് ആരോഗ്യമില്ലെങ്കിലോ ആര് ചെയ്തു കൊടുക്കും? മക്കൾക്ക് ചെയ്തു കൊടുക്കാനും ആരും ഉണ്ടാവില്ലേ? മക്കളെ ഒരമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കുന്നത് വരെ ഉത്തരവാദിത്വം ഉണ്ടല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മക്കളായ നമുക്കും ഹസ്ബൻഡായവർക്കും വൈഫായവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ അമ്മേനെ അല്ലെങ്കിൽ ആ ഹോം മേക്കറിനെ ഒന്ന് സഹായിച്ച് അവരെ രക്ഷപ്പെടുത്തുക. നല്ല ഏജിൽ തന്നെ അവർക്കും ഒരു ബ്രേക്ക് കൊടുക്കുക. അവർക്കും ഒരു നല്ലൊരു ജീവിതം നാളെ എനിക്കും ഉണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി അവരെയും ജീവിക്കാൻ അനുവദിക്കുക. എല്ലാം അവരുടെ തലയിൽ മാത്രം ഇട്ട് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ബാല്യത്തിൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലായാലും പുറത്തു പോയാലും ലഞ്ച് കൊണ്ടുപോകുന്ന ലഞ്ച് കഴിച്ച പാത്രങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ വീട്ടിലായാലും ഫുഡ് കഴിച്ചാൽ ആ പാത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ കഴുകി വയ്പ്പിക്കാൻ ശീലിപ്പിക്കുക. വേസ്റ്റ് ഇടേണ്ടടുത്ത് വിടുക. കാര്യം ഇതെല്ലാം എൻ്റെ അമ്മ ചെയ്യും, അമ്മയ്ക്ക് വേറെ ജോലിയില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ആ അമ്മയ്ക്ക് നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ ഇഷ്ടം പോലെ ജോലി ഉണ്ടാവും. അത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മളെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയെ മനസ്സിലാക്കുക. ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരും ഉണ്ട്. വൺസ് ഇൻ എ വൈൽ ഗിവ് ദം എ ബ്രേക്ക്. അവർക്കും ഒരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടല്ലേ? ഇതെല്ലാം ഒരു ദിവസം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് നോക്കുക. എന്തുമാത്രം വർക്ക് ആ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ ആ ഹോം മേക്കർക്ക് ഉണ്ടോ എന്നുള്ളത്. താങ്ക് യു.